പ്രൈസ് ലോർഡ്. ഈശോയുടെ വലിയ കരുണയാൽ ഇന്നലെ നൈറ്റ് വിജിലും കൂടെ കൂടാൻ എനിക്ക് അനുഗ്രഹം ഈശോ തന്നു. ഇന്നലെ എന്തൊന്നും എനിക്ക് മനസ്സിലായില്ല. ബ്രദർ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് പാല് വേണോ കട്ടി ആഹാരം വേണമെന്ന്. എന്നാലും ഈശോ എനിക്കൊരു അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും എനിക്ക് മനസ്സിലായത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് വിളക്കിനോടും ഒക്കെ അനുബന്ധിച്ച് പറഞ്ഞത് കടുക്, വിളക്ക്, എണ്ണ, പുളിപ്പ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ചിലപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഒരുപാട് ദാനങ്ങളൊക്കെ കൂടി ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ അത് ഇത് കേട്ടപ്പോൾ മനസ്സിലായി ഒന്നും തന്നെ ഇല്ലാന്ന്. കടുക് മണിയോളം പോലും ഉണ്ടെങ്കിൽ നമ്മളിലെ അസാമാന്യമായ മാറ്റം കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ആ നിസ്സാരത എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുഞ്ഞു കുഞ്ഞ് എക്സാമ്പിളിലൂടെ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ വലിയ മഹത്വം അതെവിടെ എത്ര വലുതാണെന്നും ഞാൻ എത്ര കുഞ്ഞാണെന്നുള്ളൊരു ബോധം എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ ഇടതുനിന്ന് വലത്തേക്ക് പോവാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. വലത്തേക്ക് പോവാ. പിന്നെ പുതിയ രക്തം പഴയ രക്തം എന്ന് പറഞ്ഞത്, പുതിയ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത്, ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു അബ്രഹാത്തിന്റെ ഇസഹാക്കിന്റെ ഒക്കെ ദൈവം, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുമ്പോഴും നമ്മുടെ അടുത്തേക്ക് വരും. അത് ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയ വ്യക്തിയാണെന്നും ഒരു വലിയൊരു അനുഭവമായിരുന്നു, ഒരു വലിയൊരു ശക്തിയായിട്ട് വരുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ ജ്ഞാനത്തെ പറ്റി ബ്രദർ പറഞ്ഞത്, അത് ഞാൻ വിചാരിക്കുമായിരുന്നു ഈശോയെ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, എന്ത് നിസ്സാര ബുദ്ധിയുള്ള ആണ് ഞാനൊക്കെ. അപ്പോൾ ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചാലേ നമ്മൾ ഈ നിസ്സാരരായ നമ്മൾ ദൈവം എത്രത്തോളം ഉയർത്തും എന്നുള്ളത് വലിയൊരു ബോധമായിട്ട് തോന്നുന്നു. കുറെ ബോധം കിട്ടി. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. അടുത്ത ആൾ വരാം.